ഹലോ ഡേഡേഴ്സ്, നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഒരു ന്യൂസ്. അദാനി ഗ്രൂപ്പിൻ്റെ ഓഫ്ഷോർ ഫണ്ട് സംബന്ധിച്ചൊരു വയലേഷൻ നടന്നതായിട്ട് സെബി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അൺകൺഫേംഡ് ന്യൂസാണ്. കുറച്ച് സമയത്തിന് ശേഷം ഇതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വരും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. FIs ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 2915 കോടി രൂപയുടെ സെല്ല് നടത്തിയിട്ടുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു ഇന്നലെ. DIs ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ 2542 കോടി രൂപക്ക് ബൈ ചെയ്തു മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൻ്റെ ക്ലോസിങ്ങിന് ശേഷം US ഇൻഡെക്സ് ആയിട്ടുള്ള ഡോയും നാസ്ഡാക്കും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. യൂറോപ്യൻ മാർക്കറ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. US NVIDIA എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം 10% ഇടിഞ്ഞ കമ്പനി ഇന്നലെ 4% റാലി രേഖപ്പെടുത്തി. ബിറ്റ്കോയിൻ 67,000 ശക്തമായി തിരിച്ചു വന്നു. ഗോൾഡ് 2332 ഫോൾ ആയിട്ടുണ്ട്. ഇറാൻ ഇഷ്യൂ ഏകദേശം പ്രത്യേകിച്ച് ഫർദറായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് ഫോളായി. ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബൽ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനീസാണ്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഏറെ നാളത്തെ ഇടിവിന് ശേഷം ഇന്നലെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരുന്നു. ടാറ്റ LXയുടെ റിസൾട്ട്, ICC പ്രൊഡൻഷ്യലിൻ്റെ റിസൾട്ട്, മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ഫിനാൻഷ്യലിൻ്റെ റിസൾട്ട് ഉണ്ട്. മഹേന്ദ്ര EPC ഇറിഗേഷൻ, MCS മൾട്ടി കമ്മ്യൂണിറ്റി എക്സ്ചേഞ്ചിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ റിസൾട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ സ്റ്റോക്കുകളുടെ സ്പെസിഫിക് ആയിട്ടുള്ള വാർത്തകളിലേക്ക് പോകാം. ആദ്യം റിലയൻസായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. രാജ്യത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് റിലയൻസിൻ്റെ റിസൾട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള റിസൾട്ടാണ്. സ്ട്രീറ്റ് എസ്റ്റിമേറ്റ് ഇതിനേക്കാളും വളരെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് അല്ല, എന്നാൽ വളരെ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. കാരണം റിലയൻസ് എന്ന് പറയുന്നത് വലിയൊരു കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് ഉപകമ്പനികൾ ചേർന്ന കമ്പനിയാണ് റിലയൻസ്. ഇതിൽ നിന്ന് റിലയൻസ് ഫിനാൻസ് മാത്രമാണ് വേർപെട്ടിട്ടുള്ളൂ. റിലയൻസ് ജിയോ, കൂടാതെ തന്നെ റീറ്റെയിൽ, അവരുടെ മീഡിയ ബിസിനസ്, ഇവരുടെ ഓയിൽ ടു കെമിക്കൽ ബിസിനസ് എല്ലാം തന്നെ ഇപ്പോൾ ഒരു ഒറ്റ ബിസിനസ്സായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. കൂടാതെ കമ്പനി 10 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഇവരുടെ ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഇവരുടെ ഉള്ളിലേക്ക് പോകുകയാണെങ്കിൽ കൺസോളിഡേറ്റഡ് മാർജിൻ 18%, ഓയിൽ ടു കെമിക്കൽ ബിസിനസ് 5 ഇയർ ഹൈ ആണ്. ജിയോ ഏകദേശം ഒരു 10 മില്യൺ സബ്സ്ക്രൈബേഴ്സിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ടെലികോം ബിസിനസ് ഏകദേശം 21,243 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ റിലയൻസിനെ സംബന്ധിച്ച് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഗംഭീരമായിട്ടുള്ള റിസൾട്ട് അല്ല, എന്നാൽ നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് അല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാർക്കറ്റ് വിലയിരുത്തുന്നത്. മഹേന്ദ്ര ലോജിസ്റ്റിക് കമ്പനി ഇവർ 11 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏകദേശം ഒരു 1 കോടി രൂപ ലാഭം ഉണ്ടാക്കിയ കമ്പനിയാണ്. തേജസ് നെറ്റ്വർക്ക് കമ്പനി ഇവർ 299 കോടി രൂപയാണ് ഇവരുടെ റവന്യൂ. കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ തവണ 1327 കോടി രൂപ റവന്യൂ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ തവണ 11 കോടി രൂപ നഷ്ടം ഉണ്ടാക്കിയ കമ്പനി ഈ തവണ 146 കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനോക്സ് വിൻഡ് കമ്പനി ഇവർ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തീരുമാനങ്ങളെല്ലാം തന്നെ ഏപ്രിൽ 25 കമ്പനി എടുക്കും. ഹാറ്റ്സൺ അഗ്രോ കമ്പനി ഇവരുടെ ഡയറി കമ്പനിയാണ്. ഇവർ 100% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഹാറ്റ്സൺ അഗ്രോവിനെ സംബന്ധിച്ചുള്ള ന്യൂസ്. ആദിത്യ ബിർള മണി ഇന്നലെ റിസൾട്ട് വന്ന കമ്പനിയാണ്. ഇവരുടെ നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിൾ വർദ്ധിച്ചു എന്നുള്ള ന്യൂസ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി ഇവർ ടെക് ട്രാൻസ്ഫർ പാക്റ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. KP എനർജി കമ്പനിക്ക് 9 മെഗാവാട്ട് വിൻഡ് പവർ പ്രൊജക്റ്റ് ഗുജറാത്തിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചു. പേടിഎമ്മിൻ്റെ CEO പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മർച്ചൻ്റ് മൈഗ്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഇവരുടെ ലെൻഡിങ് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളതാണ് പേടിഎമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ്. HP ഇലക്ട്രിക് കമ്പനി ഇവർ ഡൊമസ്റ്റിക്കിലും അതല്ലെങ്കിൽ വിദേശത്തും ഇവരുടെ ഇലക്ട്രിക്കൽ ഫാനുകളെല്ലാം തന്നെ വിപണിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് HP ഇലക്ട്രിക്കിനെ സംബന്ധിച്ചുള്ള ന്യൂസ്. ഇനി മാർക്കറ്റ് സമയത്ത് ന്യൂസുകൾ പരമാവധി നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക്
ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, ഒരിക്കലും സെർച്ച് ചെയ്യരുത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ ബ്രേക്ക് സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ IPO വരുന്ന കമ്പനീസ്, റിസൾട്ട് വരുന്ന കമ്പനീസ്, റിസൾട്ട് വന്ന കമ്പനീസ്, അങ്ങനെയുള്ള നമ്മുടെ ന്യൂസിൽ ചർച്ച ചെയ്താൽ തീരാത്ത ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് അറിയണം. അതുപോലെ തന്നെ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്, അത് ഉൾപ്പെടെ നമ്മളുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബിസ്മൈറ്റ് ട്രേഡിങ്ങിലെ ട്രേഡ് ബഡി എന്ന് പറയുന്ന ട്രേഡ് ബഡി ട്രേഡിംഗ് ടാബിൽ ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുക്ക് മാർക്ക് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതെല്ലാം തന്നെ അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്, പരസ്യങ്ങളൊന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ സാധിക്കും. അതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ ന്യൂസുകളെല്ലാം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും ടോപ്പിൽ കാണാം ബിറ്റ്കോയിൻ 67,000, അതിന് താഴെ ഗോൾഡ് 2334, അതിന് താഴെ ബ്രന്റ് ഓയിൽ 87.46. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം കാണാൻ സാധിക്കും, എല്ലാം പോസിറ്റീവാണ്. അതിന് താഴെ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ പ്രകടനം കണ്ടു, പോസിറ്റീവായിരുന്നു. ഇനി ഏറ്റവും താഴെയാണ് നാസ്ഡാക്കും ഡോയും പോസിറ്റീവിൽ അടച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ മാർക്കറ്റ് ക്ലോസിന് ശേഷം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യൂറോപ്യൻ മാർക്കറ്റും US മാർക്കറ്റും പോസിറ്റീവിൽ അടച്ചു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പോസിറ്റീവിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ അവസ്ഥ നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലത്തെ നമ്മുടെ മൺഡേ ക്ലോസിങ് കാണാം. അതിൽ നിന്ന് ഇപ്പോൾ 77 പോയിൻ്റ് അപ്പായി 2248 പോയിൻറ്റിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത്. അതായത് 77 പോയിൻറ്റിൻ്റെ ഒരു ഗ്രോത്ത് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. ഫിൻ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണാം. ഫിൻ നിഫ്റ്റി സ്പോട്ട് 21,326, മേജർ റെസിസ്റ്റൻസ് സോൺ 21,400, 450, 500, കൂടാതെ 21,800 അത്യാവശ്യം പേടിക്കാതെ നിൽക്കാൻ പറ്റുന്ന ഒരു റേഞ്ചായിട്ട് ഓപ്ഷൻ റൈറ്റേഴ്സ് കാണുന്നത്. 21,000 മേജർ സപ്പോർട്ട് സോണായിട്ടുണ്ട്. PCR 1.1 പൊതുവെ ബുള്ളിഷായിട്ട് ആളുകൾ നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള നമുക്ക് മാർക്കറ്റിലേക്ക് വരുന്ന അപ്ഡേറ്റ്. ഇന്നലെ വൈകിട്ട് 7 മണിക്ക് നമുക്ക് ഏകദേശം ഒരു 16 കമ്പനീസിൻ്റെ ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് ഇമ്പാക്റ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ 10 കമ്പനീസിൻ്റെ നമ്മുടെ ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ ആ ഒരു 16 കമ്പനീസിൻ്റെ ന്യൂസും ഇന്ന് രാവിലെ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള 10 കമ്പനീസിൻ്റെ ന്യൂസുമാണ് ഇന്ന് റിഫ്ലക്റ്റ് ആവുന്നത്. അതിനർത്ഥം രാവിലെയും വൈകിട്ടും നമ്മൾ കൃത്യമായിട്ട് തന്നെ മാർക്കറ്റ് ന്യൂസ് കാണുക. ഒരിക്കലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറില്ല. പുതിയ ഇൻഫർമേഷൻസ് വളരെ ബുദ്ധിമുട്ടി കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയാറ്. ഒട്ടും തന്നെ ആരുടെയും സമയം മെനക്കെടുത്താതെ ഫാസ്റ്റായിട്ട് പറയാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ എല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവർക്കും ന്യൂസ് അറിഞ്ഞ് ട്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കണം. അപ്സ്റ്റോക്ക് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ ലിങ്ക്, സെറോദയുടെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോയി സെറോദയുടെയും അപ്സ്റ്റോക്കിൻ്റെയും ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.